സപ്പോർട്ട് ചെയ്യാൻ മാത്രം അത്രയും ഓഡിയൻസ് പുറത്തുണ്ട്. കാരണം അത് പുള്ളിക്കാരി 12 വർഷമായിട്ട് ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഏകദേശം ഏഷ്യാനെറ്റിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അത്രയും തന്നെ ഫോളോവേഴ്സ് അനുമോൾക്കുണ്ട്. 1.1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ആളുടെ യൂട്യൂബ് ചാനൽ ഏകദേശം 300K ഫോളോവേഴ്സ് ഉണ്ട്. അതേപോലെ ഫേസ്ബുക്കിൽ അത്യാവശ്യം 6 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു അനുമോളുടെ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ 300K വ്യൂസാണ്. ആ വ്യൂസ് മാത്രം മതി അനുമോളുടെ കണ്ടന്റും മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ. വേറൊരു PR-ൻ്റെ ആവശ്യമില്ല. ആ ഒറ്റ പേജ് കൊണ്ട് തന്നെ അനുമോൾക്ക് കപ്പടിക്കാനുള്ള എല്ലാം ഉണ്ട്. അല്ലാതെ ഒരു PR-ന് കാശ് മുടക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഏതെങ്കിലും ഒരു തെളിവ് ഏതെങ്കിലും ഒരു മീഡിയാസിന് 1 രൂപ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന തുക ഞാൻ തരാം. അനുമോള് 16 ലക്ഷത്തിന് PR കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയാണെന്നുള്ളത് അറിയാലോ. അനുമോളുടെ ഫാമിലി തന്നെ ഇപ്പൊ ഒരു പുതിയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് 16 ലക്ഷത്തിന്റെ PR കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇന്റർവ്യൂ തന്നിരിക്കുന്ന വ്യക്തിയാണ് അനുമോളുടെ PR എന്ന് പറയുന്ന വ്യക്തി. അതായത് അനുമോളുടെ എന്തോ കസിനോ ഫ്രണ്ടോ എന്തോ ആണെന്നാണ് പറയുന്നത്. ആള് തന്നെ പറയുന്നത് ഞാൻ ക്യാഷ് വാങ്ങി അനുമോളുടെ കയ്യിൽ നിന്ന് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി. എന്തായാലും സംഭവം എന്തൊക്കെയായാലും ആ ബിഗ് ബോസ് വീടിനുള്ളിലെ എല്ലാവർക്കും PR ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ അതിന് പുതുമയൊന്നുമില്ല. പക്ഷേ സത്യങ്ങൾ ഉള്ളിൽ വെക്കാതെ വിളിച്ചു പറഞ്ഞ അനുമോള് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോശക്കാരിയായിട്ട് വരുന്നത്. ഇപ്പൊ സീസൺ അവസാനിക്കാനായിട്ട് ഇനി വെറും കുറച്ച് കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് ഇപ്പോ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോൾക്കെതിരെയാണ്. PR ഉള്ളത് കൊണ്ട് മാത്രം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നു, അവിടെ കുലസ്ത്രീയാണെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടും വളരെ മോശമായിട്ട് അനുമോളെ ചിത്രീകരിച്ചുകൊണ്ടും അനുമോളുടെ മോശം വീഡിയോസ് എന്തൊക്കെ പറയണ്ടേ എങ്ങനെയൊക്കെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ അതുപോലെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ എന്ന് പറയുന്നത്. സംഭവം മറ്റൊന്നുമല്ല, അനുമോൾ അവിടെ റിയൽ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പ്രശ്നം എന്ന് തോന്നുന്നു. അതോ അനുമോളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പുറത്തുള്ള അതായത് ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് തോന്നുന്നു 10-25 പേരോളം ടോട്ടൽ മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ അകത്തും പുറത്തും ഒക്കെ അനുമോൾക്കെതിരെ ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറച്ചിൽ വരുന്ന സമയത്ത് അനുമോളുടെ PR മറ്റുള്ള മത്സരാർത്ഥികളെ കുറിച്ച് വളരെ മോശമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറച്ചിൽ. പക്ഷേ പ്രേക്ഷകർ കാണുന്ന സമയത്ത് അതിനപ്പുറമായിട്ട് അനുമോൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ്ങും അനുമോളെ മോശമായി ചിത്രീകരിക്കലും നടക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ PR-കളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരോ ഒക്കെ പരസ്പരം പോരടിക്കുന്നുണ്ട്. അതിന് അകത്ത് നിൽക്കുന്ന അനുമോളെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ആരെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പ പറയും അനുമോള് കാരനാണ് പുറത്തിറങ്ങിയത്. അനുമോളാണല്ലോ അവിടെ നിന്ന് എല്ലാവരെയും അടിച്ചു തെളിച്ച് പുറത്തേക്ക് വിടുന്നത്. എന്തായാലും PR-ന്റെ പിൻബലത്തിലാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നവർ ഒന്ന് ചിന്തിക്കുക. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്നിട്ടുള്ള മത്സരാർത്ഥി ആരാണ്, അവിടെ ഗെയിം കളിച്ചിട്ടുള്ള മത്സരാർത്ഥി ആരാണെന്ന് ഒന്ന് ചിന്തിക്കുക. ഇവിടെ അസൂയും കുശുമ്പും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അവിടെ എന്തെങ്കിലും കണ്ടന്റും കൂടി നൽകുന്ന മത്സരാർത്ഥികളെ വേണം പറയാനായിട്ട്. സീസൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പേര് അനുമോളുടെയും പിന്നെ ചിന്തിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ അനീഷിന്റെയും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം പ്രേക്ഷകർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിനനുസരിച്ചുള്ള കണ്ടന്റ് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ പുറമേക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇന്നിപ്പോൾ അവർക്ക് ക്യാഷിന്റെ ഒരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് 3 പേരും കൂടി ഓടുന്ന കണ്ട് പിന്നെ പ്രമോ ഒക്കെ കണ്ട സമയത്ത് ദൈവം ഇനി എങ്ങാനും കാശിന്റെ പെട്ടിയൊക്കെ എടുത്ത് അനുമോള് പുറത്തേക്ക് പോയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. സംഭവം അനുമോൾക്ക് ഏകദേശം 1,40,000 രൂപയോ അങ്ങനെ മറ്റുമാണ് അനുമോൾക്ക് കിട്ടിയത്. 20,000-ന്റെ 7 കെട്ടുകളാണ് അനുമോൾക്ക് കിട്ടിയത്. അവിടെ ആദിലേക്ക് ഒരു കെട്ട് 20,000 രൂപ, നമ്മുടെ ഇവന് 60,000 രൂപ, 3 കെട്ടാണ് കിട്ടിയത് അക്ബറിന്. പക്ഷെ അവർക്ക് 2 പേർക്ക് അവർ എത്ര എണ്ണം എടുത്തേന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അക്ബറിന് അറിയില്ല അക്ബർ എത്ര എടുത്തേന്ന്, ആദിലേക്ക് അറിയില്ല ആദിൽ എത്ര എടുത്തേന്ന്. അവിടെ മൊത്തത്തിൽ ബിഗ് ബോസിനെ പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സംഭവം അനുമോള് പറഞ്ഞു എനിക്ക് 14 ഉണ്ട്, ഞാൻ 7 കെട്ട് എടുത്തിട്ടുണ്ട് എന്ന് അനുമോള് പറഞ്ഞു. അനുമോളുടെ 7 കെട്ട് എടുക്കുന്നുണ്ടായിരുന്നു. സംഭവം നല്ലൊരു ടാസ്ക് ആയിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ 3 പേരും എന്നാണ് തോന്നിയൊരു കാര്യം. അനീഷ് ഇന്നും അനുമോളെ ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് പിണക്കം അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിണക്കം മറന്ന് ആ കൂട്ടുകെട്ട് ഒന്നാക്കാനായിട്ട് അനീഷ് ഇന്നും അനുമോളുടെ അടുത്ത് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെയായോ, നീ ഇപ്പൊ നെവിന്റെ അടുത്ത് മിണ്ടുന്നുണ്ട്, അക്ബറിന്റെ അടുത്ത് മിണ്ടുന്നുണ്ട്, എന്തുകൊണ്ട് അതുപോലെ അവിടെ ഇവരുടെ അടുത്ത് മിണ്ടിക്കൂടാ, ഇവരുമായിട്ട് അതൊന്ന് ചേർന്നുകൂടാ എന്നുള്ള രീതിയിൽ അനീഷ് കുറേ ഉപദേശിക്കുകയും സംസാരിക്കുകയും ഒക്കെ അനുമോളുടെ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അനുമോള് തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്,
ഇപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ഇവിടെ നെവിൻ സംസാരിച്ചാലോ അക്ബർ സംസാരിച്ചാലോ എന്നെക്കുറിച്ച് എന്തു മോശമായിട്ട് അവർ പറഞ്ഞാലോ എനിക്കതൊരു വിഷയമല്ല. പക്ഷേ കൂടെ നിൽക്കുന്ന ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തി അവിടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന സിറ്റുവേഷനാണ് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇനി എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഉള്ളതുകൊണ്ട് അവരോട് ഇഷ്ടമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ പഴയ പോലെ എനിക്കിപ്പം മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ 2 ദിവസം പിടിക്കാം, 3 ദിവസം പിടിക്കാം, എത്ര ദിവസം പിടിക്കുന്നറിയില്ല. പോകുന്നതിന് മുമ്പ് ഞാൻ മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. പക്ഷേ ഈ പുറത്തുള്ള പ്രേക്ഷകർ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അവർ തമ്മിൽ ഇനി വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് തന്നെയാണ് പുറത്തുള്ള പ്രേക്ഷകർ ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോ ആ അടിയുണ്ടായ ദിവസം മാത്രമല്ല, അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ആദിലയും നൂറയും അനുമോളെ കുറിച്ച് അത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല, അനുമോൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റത്തെ ഈ ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടും ഇവിടെ അനുമോളെ കുത്തി അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് വീണ്ടും പോയി മിണ്ട് സോൾവ് ചെയ്യുക എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അനുമോള് തന്നെ അവിടെ പറയുന്നുണ്ട്, ഇന്നേ വരെ അവരെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അവർ ചെയ്തത് അതാണോ എന്ന് അവിടെ അനുമോള് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അനീഷ് വിട്ടുകൊടുക്കാതെ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ പറയുന്ന നെവിൻ ആണെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും അനുമോളുടെ ശത്രുവാണ്. അവിടെ നിന്ന് സമയത്ത് ഗെയിം കളിക്കുന്ന സമയത്ത് ശത്രുക്കൾ നേർക്ക് നേരെ നിന്ന് ശത്രുക്കൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ മിത്രങ്ങളായിട്ട് നിന്നിട്ട് പുറകിൽ നിന്ന് കുത്തുന്നതാണ് ഏറ്റവും വലിയ വൃത്തികെട്ട ഗെയിം എന്ന് പറയുന്നത്. ആ ഗെയിമാണ് ആദിലെ നൂറ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചൊക്കെ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്. മുഴുവനായിട്ട് മനസ്സിലായോ ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. കുറച്ചൊക്കെ അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആദില നൂറയുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ആദില അക്ബറിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആരാണ് പുറത്തു പോവുക ഈ വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയ്ക്ക് ടോപ്പ് 5-ൽ വരണം എന്നാണ് ആഗ്രഹം. നൂറ ടോപ്പ് 5-ൽ ഓൾറെഡി കയറി കഴിഞ്ഞല്ലോ. അപ്പൊ ആദിലയ്ക്ക് ടോപ്പ് 5-ൽ വരണം, കൂടാതെ നൂറ കപ്പടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ ഈ 2 പേരും 2 ആഗ്രഹത്തിന്റെ പുറത്ത് അവിടെ മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരിനെ വെട്ടിയിട്ട് മുന്നോട്ട് വരാനുള്ള ശ്രമമാണ് 2 പേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദിലയ്ക്ക് ടോപ്പ് 5-ൽ വരാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടണം. നൂറെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ 5-ൽ എത്തിക്കഴിഞ്ഞു, ഫിനാലയിലെ കപ്പെടുക്കണം. അതിനെ തന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുക, അല്ലെങ്കിൽ മുന്നിലുള്ളതൊക്കെ വെട്ടിമാറ്റുക എന്നൊരു കാര്യമാണ് 2 പേരും ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദിലെ നൂറയും അവരത് സംസാരത്തിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അനുമോള് പുറത്തു പോവോ എന്നൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് അവിടെ ആദിലേക്ക് സംശയമുണ്ട് അനുമോള് ഈ ആഴ്ച പോകുന്നു. അതിന് വേണ്ടിയിട്ടാണല്ലോ അനുമോള് ഇങ്ങനെ പക്ക നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങാനും അനുമോള് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ള ഇതിലാണ് അവിടെ ആദിൽ നിൽക്കുന്നത്. പക്ഷെ അക്ബർ പറഞ്ഞു, അനുമോൾ ഒരിക്കലും പോവില്ല. ഈ ആഴ്ച ആര് പോവും ചോദിച്ചു കഴിഞ്ഞാൽ അത് നെവിനാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ, അതായത് അക്ബർ തന്നെ ആവാം എന്ന് അക്ബറിന് സംശയിക്കാം. പിന്നെ നമ്മുടെ സാബുമേനാവാം, ആദിലയാവാം, ആരാവാം. പക്ഷെ അനുമോള് പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അനുമോൾക്ക് അത്രയും സപ്പോർട്ട് ഉണ്ട്. പോരാത്തതിന് വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് അനുമോൾക്ക് അത്രയും സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ. അത് തന്നെ അതിന് തെളിവാണ് എന്ന് അക്ബർ പറയുമ്പോൾ നമ്മുടെ ആദിലേക്ക് ആകെ ചാഞ്ചാട്ടായി പോയി. ഈശ്വരൻ, ഞാൻ അപ്പൊ അനുമോൾക്കെതിരെ കളിച്ചത് എനിക്കില്ലേ? ഇനിയിപ്പോ അനുമോളുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണോ നല്ലത്? ഇപ്പൊ വഴക്കിട്ട് പിരിഞ്ഞത് ഇനിയിപ്പോ എങ്ങാനും നെഗറ്റീവായിട്ട് അടിക്കോ എന്നൊക്കെ ഒരു ചിന്ത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് ആദില. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുവിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുവിന്റെ അടുത്ത് വേറൊരു രീതിയിൽ പെരുമാറും. അല്ലാന്നുണ്ടെങ്കിൽ ഷാനവാസിന്റെ അടുത്താണ് ലാലേട്ടൻ ചീത്ത വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഷാനവാസിന്റെ അടുത്ത് അകൽച്ച കാണിക്കും. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് അതിനനുസരിച്ച് അവിടെ നിന്ന് പോകുന്ന വ്യക്തിയാണ് ആദില എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അക്ബർ എന്ന് പറഞ്ഞപ്പോൾ ചിന്തയായിട്ടുണ്ട്, ടെൻഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുമോളുടെ അടുത്ത് മിണ്ടാം, പ്രശ്നം സോൾവ് ചെയ്യാനൊക്കെ ഉള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവസരത്തിന് കാത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നൂറ ഞാൻ മിണ്ടില്ല, എനിക്ക് താല്പര്യമില്ല എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആദില ഡബിൾ സ്റ്റാൻഡായിട്ട് ഇപ്പം നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, അനുമോളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്നുള്ളൊരു കാര്യം. എന്നിട്ട് അനുമോളെ കുറ്റം പറയുകയും ചെയ്യാം. അനുമോൾ അവിടെ നിങ്ങൾ എൻ്റെ കൂടെ നിന്നത് എന്തിനാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് അവളുടെ ഫെയിം കണ്ടിട്ടാണ്, അവളുടെ വീട് കണ്ടിട്ടാണ്, അവളുടെ കാശ് കണ്ടിട്ടാണ്, അവളുടെ കാറ് കണ്ടിട്ടാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെയാണ് ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അനീഷ് വീണ്ടും ഇവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നത്. സംഭവം എന്തായാലും കൊള്ളാം. ഇപ്പൊ ടോപ്പ് 6-ലേക്ക് ആരൊക്കെ വരും, അല്ലെങ്കിൽ ഈ ആഴ്ച ആരൊക്കെ പുറത്തു പോകും എന്നുള്ള കൺഫ്യൂഷൻ പ്രേക്ഷകർക്കിടയിൽ നന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട വോട്ടുകാരനെ പിടിച്ചു നിൽക്കുന്ന ഒരു സാബുമാൻ ഉണ്ട് അവിടെ. ഒന്നിനും കൊള്ളാത്ത വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നത് ഇപ്പൊ കുറച്ച് നാരദനായിട്ട് പരദൂഷണം വെക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാത്ത സമയത്ത്
എന്തിനാ അങ്ങനെ ഒരു വ്യക്തി എന്ന് അവിടെ തോന്നിപ്പോകും. നമുക്ക് കാണാൻ പോലും ഇല്ല, കണ്ടന്റും ഇല്ല, ഒന്നുമില്ലാത്തൊരു വ്യക്തി. അപ്പൊ ആ ഒരു വ്യക്തിയെ പ്രേക്ഷകർ ഇനി വീണ്ടും പിടിച്ചു നിർത്തുമോ എന്നൊരു സംശയം. അതുപോലെ തന്നെ നെവിനാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നെവിൻ ഇനി വോട്ട് കിട്ടുമോ, നെവിൻ എന്തായിരിക്കും അവസ്ഥ എന്ന് നെവിൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. നെവിൻ അറിയില്ല. അതുപോലെ തന്നെ അക്ബറിനെയും പേടിയുണ്ട് എന്താവും എന്നുള്ളത്. പുറത്തിനി എനിക്ക് പക്ക നെഗറ്റീവ് ആവുമോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പാട്ട് പാടി ജീവിക്കാൻ പറ്റില്ലേ എന്നടക്കം ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പൊ ആ വീട്ടിലെ ടോപ്പ് 3 നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വരാം. അനുമോള്, അനീഷ്, ഷാനവാസ് എന്നിങ്ങനെയാണ്. ഇതിൽ ഷാനവാസിന് ഇപ്പൊ കപ്പടിക്കാൻ മാത്രമുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനീഷും അനുമോളാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പോളിൽ ഇത്തിരി കൂടുതലാണെങ്കിൽ മറ്റാൾ അപ്പുറത്തെ പോളിൽ ഇത്തിരി കൂടുതലായിരിക്കും. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത് ഇപ്പൊ അനുമോൾ, അനീഷാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം. ഇന്ന് കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് ആദിലയുടെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് അനുമോളുടെ കുറ്റങ്ങൾ ഇരുന്ന് വിളമ്പുന്നുണ്ട് ആദില. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിന് അനുമോളെ നെഗറ്റീവ് ആക്കാൻ, അനുമോളുടെ കുറ്റം പറയാനായിട്ട്. ഇതേ അനുമോള് തിരിച്ചത് ചെയ്യുന്നുണ്ടോ ഇല്ലേനും. ഇവർക്ക് പുറത്തിറങ്ങിയതിന് ശേഷമെങ്കിലും ബുദ്ധി ഉദിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും പുറത്തിറങ്ങുമ്പോൾ അനുമോൾക്ക് ബുദ്ധി ഉദിച്ചാൽ അനുമോൾക്ക് കൊള്ളാം. എന്തായാലും പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ 2 വിഷവിത്തുകൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ ചെയ്തതാണ് തെറ്റ് എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ നല്ലത്.